ഗുരുവായൂരപ്പന്, വടക്കുംനാഥന്, തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിക്ക്, നെയ്തലക്കാവിലമ്മയ്ക്ക്, പാറമേക്കാവിലമ്മയ്ക്ക്, കാർത്യായനി ദേവിക്ക്, അങ്ങനെ തൃശ്ശൂര് എനിക്ക് ഈ വിജയം അനുഗ്രഹമായി സമ്മാനിച്ച എല്ലാ ഈശ്വരന്മാർക്കും, എൻ്റെ ലൂർദ് മാതാവിനും ഇത് പ്രണാമം. ഒരു വലിയ സ്ട്രഗിളിൻ്റെ കൂലിയാണ് എനിക്ക് ദൈവങ്ങൾ നൽകിയിരിക്കുന്നത്. വലിയ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എതിർനീച്ചൽ എന്നൊക്കെ തമിഴിൽ പറയും. ഒഴുക്കിനെതിരെ നീന്തിക്കയറുന്നു. ആ ഒഴുക്കിനെതിരെ എന്ന് പറയുന്നതിനകത്ത് വ്യക്തിപരമായി ഒരുപാട് ദ്രോഹമാണ് വലിയ 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 കല്ലുകളായിട്ട് എൻ്റെ നേരെ തള്ളിവിട്ട. അതിൽ നിന്ന് കടന്നു കയറാൻ എന്നെ തീർച്ചയായിട്ടും സഹായിച്ചത് അത് വിവിധ വിഷയങ്ങളുണ്ട് അല്ലേ. അതിനെക്കുറിച്ചൊന്നും ഞാൻ എടുത്തെടുത്ത് എണ്ണി പറയുന്നില്ല. എല്ലാ വിഷയങ്ങളും അതിൻ്റെ സത്യം ആരും വിളിച്ചു പറഞ്ഞില്ല. പക്ഷേ അതിൻ്റെ സത്യം ആ സത്യം wait not between this. I'm going away. Please not between this. Let me finish this. അപ്പോ ആ സത്യം എയറിലുണ്ടായിരുന്നു. ആ സത്യം തൃശ്ശൂരിലെ ജനങ്ങൾ, ഞാനവരെ പ്രജാദൈവങ്ങളെന്ന് ആണ് ഇപ്പോൾ വിളിക്കുന്നത്. ആ പ്രജാദൈവങ്ങൾ ആ സത്യം തിരിച്ചറിഞ്ഞു. വഴിതെറ്റിക്കാൻ നോക്കിയിടത്തൊന്നും അവരുടെ പ്ലീസ് അവരുടെ മനസ്സിനെയും അവരുടെ തീരുമാനങ്ങളെയും ഒക്കെ വഴിതെറ്റിച്ചു വിടാനും വക്രവഴിക്ക് തിരിച്ചുവിടാനും നോക്കിയിടത്തുനിന്ന് ദൈവങ്ങളെല്ലാം അവരുടെ മനസ്സ് ശുദ്ധമായി തിരിച്ച് എന്റെയും എന്നിലൂടെ എൻ്റെ രാഷ്ട്രീയ കക്ഷിയിലേക്കും അവരുടെ നിശ്ചയങ്ങൾ തിരിച്ചു വിട്ടെങ്കിൽ ഇത് അവർ നൽകുന്ന അനുഗ്രഹം കൂടിയാണ്, വലിയ അനുഗ്രഹമാണ്. കാരണം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു വളരെ പ്രത്യേകതരമായ ഒരു ഡെമോഗ്രാഫിക് ടെറൈൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്കറിയാം. ഇതൊരു അതിശയം എന്ന നിലയ്ക്ക് നിങ്ങൾ ആർക്കെങ്കിലും തോന്നിയാലും ഈ അതിശയം ഇമ്മിനന്റ് ആയിരുന്നു. അതൊരു സ്റ്റോം പോലെ കഴിഞ്ഞ് 21-ന് ശേഷം കുറഞ്ഞു കൂടിയതാണ് ഇന്ന് പെയ്തിറങ്ങുന്നത്. എനിക്കും എൻ്റെ കുടുംബത്തിനും വലിയ ഖ്യാതിയാണ് ഈ വിജയം നേടിത്തരുന്നത്. എനിക്കെൻ്റെ കളിയാട്ടം നാഷണൽ അവാർഡ്, എനിക്കെൻ്റെ മക്കൾ, എനിക്കെൻ്റെ കുടുംബം, ഇതെല്ലാം വലിയ അനുഗ്രഹങ്ങളാണ്. പക്ഷേ ആ അനുഗ്രഹം എന്ന് പറയുന്ന സ്ഥിതിക്ക് മേൽ എത്ര ഘനത്തിലുള്ള വൃഷ്ടിയാണ് നടക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഞാൻ തൃശ്ശൂരിലെ യഥാർത്ഥ മതേതര പ്രജാദൈവങ്ങളെ വണങ്ങുകയാണ്. അവർ മൂലം മാത്രമാണിത് സാധ്യമായിരിക്കുന്നത്. അവരെ ഒരുപക്ഷെ ഈ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പണിയെടുത്ത 1200 ചില്ലുവാനം ബൂത്തുകൾ, ആ ബൂത്തുകളിലെ മുഴുവൻ പ്രവർത്തകരല്ല, ആ ബൂത്തുകളിലെ വോട്ടർമാരടക്കം പ്രചരണത്തിനിറങ്ങി. എറണാകുളത്തുനിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെ ഒരുപാട്
അമ്മമാർ വന്ന് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. മുംബൈയിൽ നിന്ന്, മധ്യപ്രദേശിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന് എത്രയോ വ്യക്തികൾ, 1000 പേരെങ്കിലും ഉണ്ടാവും. ഈ 42 ദിവസവും എൻ്റെ പ്രയത്നത്തിനിടയ്ക്ക് അവരാണ് സത്യത്തിൽ എന്നെ പ്രൊജക്റ്റ് ചെയ്ത് കാട്ടിയത്. കാരണം അവരാരാണെന്ന് തെര്യപ്പെടുത്തുന്ന രൂപത്തിൽ പറഞ്ഞ അവരുടെ പ്രാദേശികം അല്ലെങ്കിൽ അവരുടെ പ്രദേശം എന്താണെന്ന് അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ അതിന് വലിയ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അവരുടെ പ്രചരണത്തിന് സാധിച്ചിട്ടുണ്ട്. എൻ്റെ പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ എന്തൊക്കെ ആവശ്യപ്പെട്ടോ അത് മുഴുവൻ ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഒരു 100 ഇരട്ടിയായി തിരിച്ചെനിക്ക് ജനങ്ങളിലേക്ക് അടുക്കാനുള്ള ഒരു മിഷനായി കൊണ്ടുപോകുന്നതിന് അവരൊരു വലിയ മെഷീനറിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റേറ്റ് ഘടകത്തിനും ഒരുപക്ഷെ എന്നെ അവിടെ കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്ത് 2023 ലോഞ്ച് ചെയ്ത ശ്രീ അമിത് ഷാ, നരേന്ദ്രമോദി എനിക്ക് എൻ്റെ രാഷ്ട്രീയ ദൈവമാണ് എന്ന് പറയുമ്പോഴും ലിബറലാണോ എന്ന് ചോദിച്ചാൽ ആ നേച്ചർ വെച്ച് ഞാൻ പറയുന്നതല്ല. ഞാനിന്നും ആരാധിക്കുന്ന ഭാരതത്തിന്റെ റിയൽ ആർക്കിടെക്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി, ശ്രീ പി വി നരസിംഹറാവ്, മൊറാർജി ദേശായി, ജയപ്രകാശ് നാരായൺ, LK അദ്വാനിജി, AB വാജ്പേയിജി തുടങ്ങി എന്റെ പ്രിയപ്പെട്ട സഖാവ് EK നായനാർ, ശ്രീ K കരുണാകരൻ. അവിടെ ഒരു മിതവാദിയോ അല്ലെങ്കിൽ സർവജന ഇഷ്ടം നേടാനോ വേണ്ടി പറയുന്നതല്ല. ഇതെല്ലാം എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്ന ബിംബങ്ങൾ തന്നെയാണ്. അതങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ 2 സൂപ്പർ ഹീറോസാണ് എൻ്റെ 2 നേതാക്കന്മാരെന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്. ഇനിയും അവർ തന്നെയാണ് എൻ്റെ 2 നേതാക്കന്മാർ. എന്നെ അത്രയും മനോഹരമായിട്ട് അവിടെ ലോഞ്ച് ചെയ്യുകയും ശ്രീ നരേന്ദ്രമോദിയാണ് എന്നെ ഒരു വിശ്വാസ്യതയുടെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും വലിയ ആലിംഗനവും ഹാരാർപ്പണവും ഒക്കെ നടത്തിയത്. ആ ഹാരാർപ്പണത്തിലേക്കാണ് തൃശ്ശൂരിലെ ജനത ഇന്ന് നേരായ വഴിക്ക് വന്ന് എല്ലാ കിംവദന്തികളെയും പുറന്തള്ളിക്കൊണ്ട് എനിക്ക് ഈ അലങ്കാരം, ഈ നെറ്റിപ്പട്ടം ചാർത്തി തന്നിരിക്കുന്നു. അതിന് ഞാൻ ഉറപ്പായിട്ടും എന്നും കടപ്പെട്ടവനായിരിക്കും, കടമപ്പെട്ടവനായിരിക്കും. അതിൽ നിന്ന് ഞാൻ ഒട്ടും പിന്നോട്ട് പോവില്ല. ഒരു മാനിഫെസ്റ്റോയിലല്ല ഞാൻ വിശ്വസിക്കുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഗുരുവായൂരപ്പനുമായിട്ടുള്ള അമിതമായ അടുപ്പം മൂലം, അതല്ലാതെ തൃശ്ശൂരുള്ള ഒരുപാട് കുടുംബക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങുന്ന വൃന്ദം, അത് കഴിഞ്ഞ് കഴിഞ്ഞ 7 വർഷമായിട്ട് ഒരു MP ആയിരിക്കുന്ന കാലം തൊട്ട് അവിടുത്തെ വിവിധ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സെഗ്മെന്റ്സ് ആണ്, അവരുടെ എല്ലാം ഇംഗിതങ്ങളൊക്കെ അറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ഒരു മാനിഫെസ്റ്റോയിൽ ഞാൻ ഒതുങ്ങില്ല. അവിടെ ഞാൻ കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിരിക്കും. ഞാൻ കേരളത്തിന് വേണ്ടി മുഴുവൻ നന്മ പ്രവർത്തനം, വികസന പ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന കേരളത്തിന്റെ MP ആയിട്ടായിരിക്കും ഞാൻ തൃശ്ശൂരിലെ പ്രജാദൈവങ്ങൾ എന്നെ അവരോധിക്കുന്നത് എന്ന് മാത്രം അറിയിക്കുന്നു. ഒരുപാട് സന്തോഷം പങ്കുവയ്ക്കുന്നു. ഒരുപാട് സന്തോഷം. തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ അങ്ങ് വിജയിക്കുമെന്ന കാര്യം ആത്മവിശ്വാസത്തോടെ പറഞ്ഞിരുന്നു. ഈ ഒരു തരത്തിൽ വലിയ വിജയത്തിലേക്കുള്ള ഒരു കാരണമായി താങ്കൾ കാണുന്നു? എന്റെ ജില്ലാ അധ്യക്ഷനോട് അങ്ങ് ചോദിച്ചാൽ അതിനുള്ള മറുപടി പറയും. താങ്കൾക്ക് തോന്നുന്നതാണ്? അല്ല, അതിപ്പോ ഞാൻ പറഞ്ഞാലേ താങ്കളാണല്ലോ വോട്ടർമാരെ കണ്ടത്. അത് പ്രതീക്ഷിച്ചിരുന്നോ ഇത്ര വലിയ വിജയം ഉണ്ടാവും? അതാ പറഞ്ഞേ, ഈ പ്രതീക്ഷ ഞാൻ എന്നാണ് പ്രകടിപ്പിച്ചത്? ഒരു ഭൂരിപക്ഷം ഞാൻ എന്നാണ് പ്രകടിപ്പിച്ചതെന്ന് ഞാനിപ്പോ പറഞ്ഞാൽ കേരളത്തിന് ഈ തള്ള് മാത്രം പരിചയമുള്ളൂ. കാരണം ഇവിടെ ഉള്ളവരെല്ലാം തള്ളുകാരായിപ്പോയി. എനിക്ക് ആ ഗണത്തിൽപ്പെടാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ പറയില്ല. അത് നിങ്ങൾ അവിടുത്തെ നേതാക്കന്മാരോട് ചോദിക്കുക. 2023 മാർച്ചിൽ പറഞ്ഞിട്ടുണ്ട്. ആ എണ്ണത്തിനടുത്തെത്തിയിട്ടുണ്ട്. എണ്ണം എത്തിയിട്ടില്ല. ഒരിക്കലും നിങ്ങൾ മാൻഡേറ്റിനെ അവഹേളിക്കരുത്. അവഹേളിക്കലാണത്. കാരണം മനുഷ്യരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഇടതിലെന്താ മനുഷ്യരില്ല? ഇല്ലില്ല, ഒരിക്കലുമില്ല. ഞാൻ പറയുന്നത് കേരളത്തിലേക്ക് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിലെ ചില അവജ്ഞ കലർന്ന ചില ചാനലുകളിൽ
ഡെലിബറേഷൻസ് ഞാൻ കണ്ടതാണ്, കേട്ടതാണ്. നിക്ക് ഇടതും വലതും ഒന്നും എന്റെ അടുത്ത് ചോദിക്കരുത്. ഞാൻ അതിലേക്കാ പറഞ്ഞു വരുന്നത്. അരാഷ്ട്രീയം എന്ന് നിങ്ങൾ ഓമന പേരിട്ട് വിളിക്കുന്ന, അല്ലെങ്കിൽ ഒരു മലിന പേരിട്ട് വിളിക്കുന്ന അരാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഇനി കേരളത്തിലെ മനുഷ്യർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അത് മറ്റ് 19 മണ്ഡലത്തിലും കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഈ പറയുന്ന 19,000 ചില്ലുവാനം വാർഡുകളിലും കൌൺസിലുകളിലും ഇതിന്റെ അലയടി ഉണ്ടാവും. എനിക്ക് മാത്രമല്ല, ഇനി അങ്ങനെയുള്ള വ്യക്തി കേന്ദ്രീകൃതമായ തെരഞ്ഞെടുപ്പ്, ഞങ്ങൾക്കാര് വന്നാൽ ഗുണമുണ്ടാകും എന്ന് പറയുന്ന അന്വേഷണം ആയിരിക്കും ആദ്യത്തെ തിരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ നിശ്ചയത്തിലേക്ക് പോകുന്ന ചിന്ത അതായിരിക്കും. ഇല്ല, ഞാൻ അത് ഇലക്ഷന്റെ സമയത്ത് തന്നെ ഞാൻ ചങ്കൂറ്റത്തോടെ വിളിച്ചു പറഞ്ഞതാണ്. ഞാൻ എന്റെ 2 നേതാക്കളോടും ആവശ്യപ്പെടാൻ എനിക്ക് അവകാശമില്ല. കാരണം ഞാനിപ്പോ പാർട്ടിയുടെയും കൂടെ സ്വത്താണ്. ഇല്ലില്ല, നിർമ്മലാ സീതാരാമൻജി വിളിച്ചിരുന്നു. പ്രധാനമന്ത്രി ഇപ്പൊ വിളിക്കത്തില്ല, അത് നാളെ ഫൈനൽ. ഇല്ല, ഞാൻ ട്രിവാൻഡ്രത്തെ ഇപ്പോഴും പരിലാളിക്കുന്ന ആളാണ്. എന്റെ ജന്മദേശം എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. ഞാൻ എയിംസിന് വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതെവിടെ വരുമെന്ന് നോക്കിക്കോളൂ. അപ്പൊ നിങ്ങൾക്ക് എനിക്ക് പ്രാദേശികത ഇല്ലാത്ത ആളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കറിയത്തില്ല, അത് ഞാൻ നാളെ ഇൻഡിഗോയ്ക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ജാവ്ദേക്കർ ജി വന്നിട്ട് പറഞ്ഞു അത് ഞങ്ങൾ തീരുമാനിക്കുന്ന മാർഗത്തിൽ പോണം എന്ന് അറിയിച്ചിട്ട് പോയി. അദ്ദേഹം അറിയിക്കും. ഞാൻ ഇലക്ഷന്റെ സമയത്തും പറഞ്ഞു, എന്റെ മുമ്പിൽ ഇടതും വലതും ഇല്ല, എന്റെ മുമ്പിൽ ശത്രുക്കളില്ല, എന്റെ കൂടെ സ്ഥാനാർത്ഥികൾ അവരേ ഉള്ളൂ. എനിക്ക് മുന്നിൽ ഇടത് വോട്ടേഴ്സ് ഇല്ല, വലത് വോട്ടേഴ്സ് ഇല്ല. അതാ പറഞ്ഞ. അപ്പൊ പറഞ്ഞോട്ടെ, ഞാൻ ഇന്നലത്തെയും മെനിഞ്ഞാന്നത്തെയും അദ്ദേഹത്തിന്റെ ചില ക്രൗര്യം നിറഞ്ഞ വാക്കുകളുടെ പശ്ചാത്തലത്തിൽ ഇനി ഞാൻ അദ്ദേഹത്തെ ചേട്ടനെന്ന് വിളിക്കില്ല. അദ്ദേഹം ഇനി ശ്രീ കെ മുരളീധരനാണ്. അദ്ദേഹം വന്നിറങ്ങിയ ദിവസം പിറ്റേന്ന് നിങ്ങൾ പത്രക്കാരെന്താ എന്റെ അടുത്ത് ചോദിച്ച, റിപ്പോർട്ടറും മനോരമയും ഏഷ്യാനെറ്റും എല്ലാവരും ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 3-ാം സ്ഥാനത്തേക്ക് പോലും പോവില്ല സുരേഷ് ഗോപി എന്നാണല്ലോ പറയുന്നത്. ഞാൻ പറഞ്ഞു 10ാമത്തെ സ്ഥാനത്തേക്ക് പൊയ്ക്കോട്ടെ, അതിനെന്താ? ഇത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ഞാൻ ആ ജനങ്ങളുടെ തീരുമാനത്തിനാണ് നിന്നത്, ഇടതിന്റെയും വലതിന്റെയും തീരുമാനത്തിനല്ല. എനിക്ക് നന്നായിട്ടറിയാം, ഇടതിലെയും വലതിലെയും ഒരു രാഷ്ട്രീയം കളഞ്ഞുകൊണ്ടല്ല അവരെനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ രാഷ്ട്രീയത്തിലെ അതൃപ്തി അത് വ്യക്തമാക്കുന്ന രീതിയിൽ വമ്പിച്ച എണ്ണത്തിൽ 2 കക്ഷിയിലെയും വോട്ടർമാരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അവരൊന്നും പക്ഷേ എന്റെ പാർട്ടിക്ക് നൽകിയ വോട്ടല്ല അത്. എനിക്ക് നന്നായിട്ടറിയാം, എന്റെ പാർട്ടിക്കും അത് നന്നായിട്ടറിയാം. അവരും പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ ഒരു ഭൂരിപക്ഷത്തിന്റെ എണ്ണത്തിലേക്ക് വന്ന് ചേരുന്നത് ആ വോട്ടുകളായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് എന്താ സാധ്യമായിരിക്കും. ചിഹ്നത്തിൽ കേരളത്തിൽ നിന്ന് മത്സരിച്ച് ജയിക്കുന്ന ആദ്യത്തെ BJP സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് ഞാനിത് ഈ വിജയം സമർപ്പിക്കുന്നത് ഭാസ്കർ റാവു ജിക്കും മാരാർജിക്കും മുകുന്ദേട്ടനും 800 ചില്ലുവാനം കുടുംബങ്ങൾ ഇപ്പോഴും കണ്ണീരിൽ കഴിയുന്നുണ്ട്, രക്തസാക്ഷികളുടെ. അവർക്ക് ഞാൻ ഈ വിജയം സമർപ്പിക്കുന്നു. ഞാനത് എന്താ പറയുക, ഇടയ്ക്ക് കയറ്റി പറഞ്ഞു അല്ല, ഞാൻ ഇടയ്ക്ക് കയറ്റി പറഞ്ഞത് ഇല്ലെങ്കിൽ നിങ്ങൾ അത് മുറിച്ചു കളയും. ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കഴിയാത്തത് ഒരു പൂർണ്ണമായ രാഷ്ട്രീയക്കാരനല്ലാത്ത സിനിമാ താരത്തിലൂടെ കേരളീയത്തിന് അറിയുന്ന ഒരാൾക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് ചോദ്യം. അല്ല, അത് പൂർണ്ണമായിട്ട് ഞാൻ അംഗീകരിക്കുന്നില്ല. ഒരു സിനിമാ താരമായ ഒരിക്കലും അങ്ങനെ പറയരുത്. കേരളത്തിന് പരിചയം എന്നാണ് ഉദ്ദേശിച്ചത്, ഇപ്പോഴല്ല. ആ പരിചയം 19-ലില്ലായിരുന്നു, 21-ലില്ലായിരുന്നു. അന്ന് ഞാൻ MP അല്ലേ. ആ പരിചയമല്ല. ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കി, ഒരു താരത്തിനും ഒരു വ്യക്തിക്കും അപ്പുറം അവരുടെ
കാര്യങ്ങളിലേക്കുള്ള പ്രാപ്തി എവിടെ എന്ന് പറയുന്ന അന്വേഷണം അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രാപ്തി അവരൊരു ഒരു ഇൻറ്റ്യൂഷൻ പോലെ കണ്ടെത്തി എല്ലാ 5 വർഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്നെ ഈ 5 വർഷം ശ്രമിക്കുന്നു. ഇനി അങ്ങോട്ട് എങ്ങനെയാണ്? തൃശ്ശൂർ ഞാൻ ഇപ്പോഴും എടുത്തിട്ടില്ല. തൃശ്ശൂർ അവരെനിക്ക് തന്നു, അത് എന്റെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്നു. ഇനി ഞാൻ അതെടുത്ത് തലയിൽ വെക്കും. ഞാൻ എന്ത് കിരീടമാണോ ലൂർദ് മാതാവിന് കൊടുത്തത്, അതേ ഡിസ്ക്രിപ്റ്റിലുള്ള അതേ നറേറ്റീവിലുള്ള ഒരു കിരീടമായിട്ട് തൃശ്ശൂരിനെ ഞാൻ എന്റെ തലയിലെടുത്ത് വെക്കും. നെറ്റിപ്പട്ടം കെട്ടി തിടം വെച്ച് ഞാൻ കൊണ്ടു നടക്കും. ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയാണ്? ഇനി മുന്നോട്ട് അല്ല, I will. Just let me finish. I am in a certain flow. Don't cut my flow, please. ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയാണ്? അല്ല, ഇനി അങ്ങോട്ടേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പ്ലാനില്ല. ഞാൻ പറഞ്ഞില്ലേ, 5 കൊല്ലത്തെ പ്ലാനിൽ ഒരു 10 മോഡ്യൂൾസ് ഉണ്ട്. അതിൽ നിന്ന് ഞാൻ 3 മോഡ്യൂള് നടപ്പിലാക്കിയാൽ മതി. 3 മോഡ്യൂൾ എനിക്ക് അടുത്ത 5 വർഷം ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ എന്റെ പിൻഗാമി ആരാണോ ആ പിൻഗാമിക്ക് വേണ്ടി എനിക്ക് അത് ഉറപ്പിച്ചെടുക്കാൻ സാധിക്കും. വഞ്ചിക്കില്ല, ചതിക്കില്ല, പറഞ്ഞ വാക്കിൽ നിന്ന് മാറില്ല, ഉറപ്പ്. ഇത് മറ്റവരുടെ മുഷ്ടി ചുരുട്ടലല്ല കേട്ടോ. ഒരു മറുപടിയില്ല. അവരൊക്കെ ഇന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കട്ടെ. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ഉന്നയിച്ചത്, ഞാൻ എന്റെ നേതാക്കളോട് 2 പേരോടും പറഞ്ഞിട്ടുണ്ട്. രാജ്നാഥ് സിംഗ് ജിയോട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഉറപ്പിച്ചതാണെന്ന് പറഞ്ഞ നിർമ്മലാ സീതാരാമൻ ജിയോട് പറഞ്ഞിട്ടുണ്ട്, അശ്വിനി വൈഷ്ണവ് ജി എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അനുരാഗ് ഠാക്കൂർ ജി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെയാണ് എന്റെ സുഹൃത്തുക്കൾ. അപ്പോ അല്ല, കൈരളിയാണോ? ആണോ? അപ്പോ അല്ല, ഞാൻ കളിയാക്കിയതല്ല കേട്ടോ. അങ്ങനെ ചോദ്യം വരണമെങ്കിൽ അവിടെ നിന്നാണ് വരേണ്ടത്. അതുകൊണ്ട് ഇത് എനിക്ക് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. എനിക്ക് കലയെന്ന് പറയുന്നത് എന്റെ പാഷനാണ്. ആ പാഷൻ മങ്ങില്ല. എനിക്ക് പാട്ട്, സിനിമാഭിനയം, എനിക്കിനിയും നാഷണൽ അവാർഡ് കിട്ടണം, അങ്ങനെയൊക്കെയുള്ള ആ ഒരു വ്യഗ്രതയുള്ള കലാകാരൻ തന്നെയാണ് ഞാൻ. ഉറപ്പായിട്ടും കിട്ടുമല്ലോ. ഞാൻ MP ആയിരിക്കുന്ന സമയത്ത് ഞാൻ സിനിമ ചെയ്തില്ലേ? ചെയ്യും. അത്രയും പണിയെടുക്കണം, അതെടുക്കണം. എന്നെ ബൂത്ത് തലത്തിൽ കൊണ്ടു നടന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അത്രയും ഞാൻ അധ്വാനിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ അവിടുത്തെ പ്രവർത്തകരുടെ മുഴുവൻ നടുവൊടിക്കും. അവരിനി എല്ലാ മണ്ഡലത്തിലും പ്രവർത്തിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട് 3 മാസ അടിസ്ഥാനത്തിൽ എനിക്ക് റിപ്പോർട്ട് നൽകി സാങ്കേതികമായി സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ തൃശ്ശൂരുണ്ടാവും. തൃശ്ശൂർ പ്രചരണം തുടങ്ങിയപ്പോൾ ഇറങ്ങിയ ഒരു വീഡിയോ ആണ് ചേട്ടൻ പ്രവർത്തകരോട് ചൂടാകുന്ന ഒരു വീഡിയോ ആണ്. എനിക്കറിയത്തില്ല, അന്ന് അവിടെ വന്ന അന്ന് അവിടെ ഒരു കുട്ടിയെ കാണാതായിട്ട് അതിനെ തപ്പി കാട്ടിലേക്ക് പോയിരിക്കുക. എന്നിട്ട് അവിടെ വന്ന എണ്ണ അത്രയാണ്. അതില് എത്ര പേർക്ക് ഞാനും ഇഡ്ഡലി വിളമ്പി കൊടുത്തിട്ട് അവരുടെ കൂടെ നിന്ന് ഇഡ്ഡലി കഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ ആദിവാസി സഹോദരങ്ങളാണ് പറഞ്ഞത്, ഇവിടെ ഒരു 27 വോട്ടുണ്ട് ചെറുപ്പക്കാരുടെ, ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും ഞാൻ ചൂടാവും, ഇനിയും ഞാൻ ദേഷ്യപ്പെടും. അതെന്നെ അമിത്ഷാജിയാണ് പഠിപ്പിച്ചത്. എന്തേ? ഇതേ പ്രവർത്തകർ പറയട്ടെ അവർക്ക് വിഷമമുണ്ടെന്ന്. അവരെ നിർത്തിപ്പൊരിക്കുന്നത് ഞാൻ കണ്ടതാണ്. എന്നെ തൃശ്ശൂർ വന്ന് ലോഞ്ച് ചെയ്തതിന്റെ അന്ന് രാത്രി ഈ ശക്തി കേന്ദ്ര നേതാക്കളുടെ ഒരു മീറ്റിംഗ് വെച്ചിട്ട് അവരെ നിർത്തിപ്പൊരിച്ചു, കളഞ്ഞിട്ട് പൊയ്ക്കോളാനാ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, എന്റെ അടുത്ത് മറ്റുള്ളവരുടെ കാര്യം ചോദിക്കരുത്. അത് വരുന്നതിനൊരു സമയമുണ്ട്. ആ സമയം എനിക്കറിയാം. അന്നേരത്തേക്ക് അത് വരൂ എന്നൊരു ഉറപ്പെനിക്കുണ്ട്.
പക്ഷെ ഇനി എന്താവും എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ അതിന്റെ മാർഗം കാണും. ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുന്നതാണ് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത്. അതൊന്നും എനിക്കറിയില്ല. അതിനെക്കുറിച്ചൊന്നും എന്നോട് ചോദിക്കരുത്. സംസ്ഥാനത്ത് ജനങ്ങളുടെ മനോമാറ്റത്തിന്റെ വിലയിരുത്തലാണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. മനോമാറ്റത്തിന്റെ വിലയിരുത്തൽ നടന്നിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് എനിക്ക് ചില നിശ്ചയങ്ങളുണ്ട്. ആ നിശ്ചയങ്ങൾക്ക് ഇപ്പോൾ അവർ കുട പിടിക്കുന്നുണ്ട്. അവർ ആ കുട മടക്കിയാൽ പിന്നെ എന്ത് ചെയ്യാമെന്നുള്ളതിനെ സംബന്ധിച്ചും ഞാൻ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടൊരു തീരുമാനം. എന്തായാലും ഞാൻ എൻ്റെ പാർട്ടി തീരുമാനത്തെ നിന്ദിക്കുകയോ ഖണ്ഡിക്കുകയോ അല്ലെങ്കിൽ അപമര്യാദ കാട്ടുകയോ ചെയ്യില്ല. ഇടയ്ക്ക് സുരേഷ് ഒരു വിഷമം ഉണ്ടായിരുന്നു, മാധ്യമ വേട്ട അങ്ങോട്ടൊരു കേസൊക്കെ വന്നപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു, അത് മാറിയോ? അതൊന്നും ഒരിക്കലും മാറില്ല. നിങ്ങൾ എന്നെ പട്ടടയിൽ കൊണ്ടുവച്ച് കത്തിച്ചാലും കാണുന്നത് അവിടെ ചതിയായിരുന്നു. ഒരു പൊളിറ്റിക്കൽ ചോദ്യം, മനുഷ്യന് നിരക്കാത്ത ചതിയായിരുന്നു. ഏത് ഘടകമാണ് താങ്കൾക്ക് അനുകൂലമായിട്ട് രാഷ്ട്രീയമായിട്ട് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്? ജനങ്ങൾ മനസ്സിലാക്കി. ഇല്ല കരുവന്നൂരല്ല ഞാൻ ആദ്യം പോയത്, മാവേലിക്കരയാണ്. ആ മാവേലിക്കരയിലെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി ഇപ്പോഴും സൗദിയിലുണ്ട് നഴ്സായിട്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ പോയത്. അത് സെപ്റ്റംബറിലാണ്, 2021 സെപ്റ്റംബറിൽ. ഇത് 2023 അന്ന് തുടങ്ങിയ ഒരു ക്രൂസൈഡാണിത്. ഇറ്റ്സ് എ ക്രൂസൈഡ്. അത് ഇനിയും തുടരും. പാർലമെന്റിൽ ചെന്ന് ഈ സഹകരണ വകുപ്പിന്റെ കൊമ്പൊടിക്കാൻ പാകത്തിൽ നീക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഞാൻ എന്റെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കും. അത് ജനങ്ങൾക്ക് കൊടുത്ത വാക്കല്ല, കേരള സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന വാക്കാണ്. പാവപ്പെട്ടവരുടെ പണമാണത്. അതിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും എന്റെയും ഒന്നും പണമില്ല, അംബാനിയുടെ അദാനിയുടെ ഇല്ല. വേർപ്പല്ലൊഴുക്കിയത്, ചോരയൊഴുക്കിയ ജനങ്ങളുടെ പണമാണത്. അതിന് അക്കൗണ്ടബിലിറ്റി വേണം, അതിന് തീർച്ചയായിട്ടും ഓഡിറ്റ് വേണം. തൃശ്ശൂർ പൂരത്തിന്റെ ഒരു വികാരമുണ്ടോ? തൃശ്ശൂർ പൂരം ഞാൻ എന്റെ കുട്ടിക്കാലം മുതലത് ഹൃദയത്തിൽ, ആ കാഴ്ച ഒരു ദിവസം പോലും മാഞ്ഞു പോകത്തില്ല. ഒരു പൂരം കഴിഞ്ഞാൽ ഇത് നേരിട്ട് കാണാൻ ഇന്നുവരെ പറ്റിയിട്ടില്ല. ടിവിയിലിരുന്ന് കാണും. ഷൂട്ടിംഗ് സ്ഥലത്താണെങ്കിൽ പോലും ആ ദിവസം വൈകുന്നേരം കുടമാറ്റത്തിന്റെ സമയത്തെങ്കിലും ഓടിപ്പോയി ആ ഷൂട്ട് ചെയ്യുന്ന വീട്ടിലോ എവിടെയെങ്കിലും പോയിരുന്നു ഞാൻ കാണും. അപ്പൊ ആ തിടം ഈ ഹൃദയത്തിലും കൂടാണ് ഏറുന്നത്. അല്ല, അത് ഇനിയിപ്പം ഞാൻ അവരെ പറഞ്ഞ് വിഷമത്തിലാക്കുന്നില്ല. അവർക്കൊക്കെ കൃത്യമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ചിലപ്പോ അതൊരു ചെറിയ തട്ട് കിട്ടുമെന്ന് എന്നെ പാറമേക്കാവ് ദേവസ്വത്തിൽ നിന്ന് അറിയിച്ചിട്ടും ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ പോയത്. ഇവർ കളിച്ചേക്കും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനകത്തൊക്കെ ഇനി എനിക്ക് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് സംസാരിച്ചറിയണം. ജനങ്ങളെ പോലീസ് തല്ലുന്നതിന് വേണ്ടി ചോദ്യം ചെയ്യാനായിട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് ചെല്ലാൻ അവകാശമില്ലേ? ഇത് ജനങ്ങൾ അറിയേണ്ട കാര്യമാണ്. എന്നോട് കളക്ടർ പറഞ്ഞത്, പ്ലീസ് സർ, ഡോണ്ട് കം ടു മീ, ദി ഇലക്ഷൻ കോഡ് ഇസ് സ്റ്റിൽ റെലവന്റ്, യു കനോട്ട് കം അപ് ടു മീ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വടക്കുന്നാഥ ദേവസ്വത്തിൽ പോകാതിരുന്നത്. ഇല്ലെങ്കിൽ അവിടെയാണ് എല്ലാവരും ഉള്ളത്, കളക്ടറും കമ്മീഷണറും ഒക്കെ. പെട്ടെന്ന് ഞാൻ ഗിരീഷിനെ വിളിച്ച്, ഇതെന്താണ് ഇങ്ങനെ പറയുന്നു, അവിടെ ചെല്ലാൻ പാടില്ല എന്ന്. ചേട്ടാ, എങ്ങനെങ്കിലും അവരെ ഒന്ന് നിലയ്ക്ക് നിർത്ത്, ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ചെന്നാണ്. അതിനെന്നെ അവർ തന്നെ അവഹേളിച്ചില്ലേ? ദൈവമുണ്ട് സാർ, ദൈവമുണ്ട്. നാട്ടുകാർക്ക് അറിയേണ്ട വ്യക്തിപരമായ ഒറ്റൊരു ചോദ്യം, ഒരുപാട് കാലം ആഗ്രഹിച്ചതായിരിക്കും ഇങ്ങനൊരു ദിവസം. ഇന്നത്തെ ദിവസം എങ്ങനെയാ ഫീൽ ചെയ്യുന്നത് സുരേഷ് ഗോപിയാണ്? എനിക്കറിയത്തില്ല. ഞാൻ രാത്രി കിടന്നുറങ്ങിയാലും പറന്ന് തട്ടുമ്പുറത്തൊക്കെ തട്ടിട്ട് വീഴുമെന്നാ തോന്നുന്നത്. അങ്ങനെ എന്താ ഒരു വികാരം? പാരമ്യതയാണ്. ഇറ്റ്സ് an ecstasy. സക്സസ് തരുന്ന സന്തോഷമുണ്ടാവും, അത് ഉതിർത്ത് വീഴ്ത്തുന്ന കണ്ണുനീരുണ്ടാവും. പക്ഷെ എനിക്കിത് ഭയങ്കര ഒരു എക്സ്റ്റസി ആയിട്ടാണ് തോന്നുന്നത്.